ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ സ്പോൺസേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ. മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് ക്യാമറയിൽ എൻ്റെ മുഖമില്ല, പിന്നെ കുറച്ച് നോയ്സി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയുടെ താഴെ വന്നിരുന്നിട്ട് ദയവ് ചെയ്ത് ആരും പറയരുത് സൗണ്ട് ക്ലാരിറ്റി ഇല്ല, മൈക്ക് പ്രശ്നമാണെന്ന്. ഞാൻ വീട്ടിൽ ഇരുന്ന് എൻ്റെ ഹെഡ്സെറ്റിൽ ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ആ ഒരു ക്വാളിറ്റി എന്ന് പ്രതീക്ഷിക്കുള്ളൂ. ഇന്ന് വീഡിയോ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ, ഇന്നത്തെ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് വന്ന് മാർക്കറ്റ് കാണിച്ചു. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ വന്ന കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന ഗ്യാപ്പ് അപ്പിന്റെ ആ ഒരു ലോവർ ലെവലിലെ സ്ട്രക്ചർ ഒന്ന് പൊട്ടി. പക്ഷെ അതിന് താഴെ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിയെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു ബ്രീച്ച് ഓഫ് ഒരു എന്തുവാണ് വീക്ക്ലിയുടെ IB എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു സിഗ്നിഫിക്കന്റ് ആയി വരുന്നത് കൊണ്ട് മാർക്കറ്റിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വേണമെങ്കിൽ താഴേക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ല എങ്കിൽ തിരിച്ച് ഈ വീക്കിലിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് ക്ലോസ് ചെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചു. പ്രത്യേകിച്ച് നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു മൊമെന്റം വരാം, ഇല്ലാതെങ്കിൽ എന്താണ് ഒടുങ്ങിപ്പോകുന്ന ഒരു ഇതായിരിക്കും. അതുകൂടാതെ മറ്റന്നാൾ വരാൻ പോകുന്ന February 14 സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തുന്നുണ്ട്. അതിൽ അരുൺ ട്രേഡ് മാക്സ് അക്കാഡമിയിൽ അരുൺ മുരളി ഉണ്ടാവും, നിഖിൽ ഗോപാലകൃഷ്ണൻ മണി ടോക്സിൽ ഉണ്ടാവും, ഗ്രേറ്റികൾ ഞാൻ എന്റെ ഒരു സെഷൻ അവിടെ ഉണ്ട്. 5 പൈസയുടെ യശ് കൻസാര ടീം വരുന്നു. അപ്പം ചുരുക്കി പറഞ്ഞ ഒരു വെൽ പാക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു കോൺക്ലേവ് ആണ് ഈ വരാൻ പോകുന്ന 1 ഡേ ഇവന്റ് ആണ്. February 14 ഈ വരുന്ന ശനിയാഴ്ച ട്രിവാൻഡ്രത്ത് വെച്ച്. നിങ്ങൾക്ക് ഇനിയും ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 10 സീറ്റും കൂടെ ഇനി അവൈലബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഈ തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പഠിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇത് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതും കുറച്ച് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ തംബ്ലൈനിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ. അവൻ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ എന്നാൽ ആ ഇറക്കം അങ്ങനെ വലിയ രീതിയിലൊന്നും വരാതെ രീതിയിൽ അങ്ങനെ പോയി ഒരു പക്ക പറയണമെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നിഫ്റ്റിയെ കുറിച്ച് പറയണമെങ്കിൽ. നമ്മൾ ഇന്നലത്തെ റെഫറൻസ് ലെവൽ പ്രകാരം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ഏതാണ് മിഡ് ക്യാപ്പ് ഇന്ന് കൃത്യമായിട്ട് പറയണമെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് പൊട്ടി. ഫസ്റ്റ് ടാർഗറ്റ് ഇന്ന് മോർണിംഗിൽ തന്നെ തന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബുള്ളിഷ് പൊട്ടി, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് വേണമെങ്കിൽ പറയാം. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ വലിയ അനക്കങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടി, ഫസ്റ്റ് ടാർഗറ്റ് തന്നു, തിരിച്ച് സെക്കൻഡ് ടാർഗറ്റ് തന്ന ഒരു ദിവസമായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ നല്ല സെല്ലിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് പൊട്ടിയിട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ട്രേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടിയ ദിവസമായിരുന്നു നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കടന്നു പോയിട്ടുള്ളത്. സോ നിഫ്റ്റി നിങ്ങൾ നോക്കിയാറിയായിരിക്കും ഒരു സ്പൈക്ക് ക്ലോസിംഗ് വന്നിട്ടുണ്ട്. പക്ഷെ സ്പൈക്കിന്റെ ഭാഗത്ത് ക്ലോസ് ചെയ്യാൻ തിരിച്ച് കയറിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC വന്നിരിക്കുന്നത് 25,831 ഒരു OAOR ഓപ്പണിംഗ്, ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. OAOR ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നലത്തെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് സ്പൈക്കോട് കൂടി വന്നു. സെൻസെക്സിന്റെ എക്സ്പയറി എന്നാണ് ആ സ്പൈക്ക് വന്നത് വേണമെങ്കിൽ പറയാം. 25,832 ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. നമ്മുടെ POC 25,832 നിഫ്റ്റിയുടെ POC. ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. നമ്മുടെ ബെയറിഷ് റെഫറൻസ് ഒരു മാറ്റമുണ്ട്. ബെയറിഷ് റെഫറൻസ് ഇനി നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ 25,750, ഞാനാണ് പറഞ്ഞ 25,750 പൊട്ടിയാൽ മാത്രമേ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ 25,750 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,832 POC. നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 25,750. സോ ഫസ്റ്റ് ടാർഗറ്റ് 25,700. നമ്മളെ സംബന്ധിച്ച് 25,700 എന്ന് പറഞ്ഞ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. സെക്കൻഡ് ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് അടുത്തത് 25,663 ആണ്. 25,663 സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 25,663യുടെ ഭാഗത്ത് 25,663
660ന്റെ ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു POC ആണ് 25,597. എത്രയാണ്? 25,597. 25,597 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക്. ചുരുക്കി പറയാം, ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഡൗൺ സൈഡ് റെഫറൻസ് ലെവല്. അപ്വേർഡ് റെഫറൻസ് ലെവലിന് ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ആ അപ്വേർഡ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എങ്ങോട്ടായിരിക്കും? നിഫ്റ്റിയിൽ അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 25,900 മുകളിലാണ് ഇനി ഒരു ബൈയെ കുറിച്ച് 25,900 മുകളിൽ നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,953 എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നലത്തെ POC 25,953ന്റെ ഭാഗത്തേക്ക് പോവും. സെക്കൻഡ് ടാർഗറ്റ് 26,000ന്റെ ഭാഗത്തേക്ക് പോവും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 26,045ന്റെ ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് അപ്സൈഡ് ഒക്കെയുള്ള റെഫറൻസ് ലെവല്. ലോവർ സൈഡ് റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതനുസരിച്ച് മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു സ്പൈക്ക് വന്നു. പക്ഷെ പെർഫെക്റ്റ് ബാലൻസ് ആണ്. എന്നൊരു സ്പൈക്ക് ഉണ്ടെങ്കിൽ കൂടെ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ്. നമ്മുടെ സിംഗിൾ പ്രിന്റ് IB കട്ട് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട്. സോ ഒരു ഫെയിൽഡ് ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ട്, എന്നാൽ ന്യൂട്രൽ ഡേ ആണ്. ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ്. അപ്പൊ ഞാൻ ഈ POCകളൊക്കെ ഒന്ന് മെർജ് ചെയ്യണം. ബാങ്ക് നിഫ്റ്റിക്ക് ഞാൻ മെർജ് ചെയ്യണം വേറെ ഒന്നും കൊണ്ടല്ല, മാർക്കറ്റ് ഒരു പക്ക റേഞ്ച് ആണ്. 60,684 ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത്. 60,680. കണ്ടാ, ഇന്നലത്തെ POC ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. 60,684 ആണ് POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി 60,875 മുകളിൽ എടുക്കുള്ളൂ. എത്രയാണ്? 60,860 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബാക്കി അപ്സൈഡ് ടാർഗറ്റ് സെയിം ആണ്. 60,975, 61,065, 61,200. ഡൗൺ സൈഡ് സെയിം ആണ്. 60,480 താഴെ സെല്ലിംഗ് എടുക്കാം. 60,357, 60,217, 60,062. ഇത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള സെയിം റെഫറൻസ് ലെവലാണ്. ഒരു മാറ്റവും ഇല്ല. ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്നൊരു പക്ക ഒരു ബാലൻസിങ് ആയിരുന്നു. പക്ക ബാലൻസ് പറഞ്ഞാൽ പക്ക ബാലൻസിങ്. 13,879 POC. ഞാൻ ഒന്ന് POC ഒന്ന് കൊണ്ടുവരാം. POCയെ 13,870ന്റെ ഭാഗത്ത് 79 13,879ന്റെ ഭാഗത്തേക്ക് ഞാനൊരു POC കൊണ്ടുവന്നിട്ടുണ്ട്. ബെയറിഷ് റെഫറൻസ് പറഞ്ഞാൽ 13,818 താഴെ നമുക്ക് ഇനി സെല്ലിംഗ് എടുക്കാം. 13,818 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന വെച്ചാൽ ഈ ഒരു റെഫറൻസ് 13,830 എത്രയാണ്? 13,830 13,830ക്ക് താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. നമുക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ 13,772 എത്രയാണ്? 13,772ന്റെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 13,715 എത്രയാണ്? 13,715 13,715ന്റെ ഭാഗത്തേക്ക് വരാം. സോറി, ഫസ്റ്റ് ടാർഗറ്റ് 13,785 വരെ 13,785 വെക്കാം കേട്ടോ. 13,785. സെക്കൻഡ് ടാർഗറ്റ് 13,725. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,685 13,685ന്റെ ഭാഗത്തേക്ക് വരാം. അപ്സൈഡിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് 13,975 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 14,020, സെക്കൻഡ് ടാർഗറ്റ് 14,060, തേർഡ് ടാർഗറ്റ് 14,100. അതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവലുകൾ. എല്ലാവരും വീഡിയോ കാണുക. ഇന്നത്തെ ലോവർ ലെവൽ നിഫ്റ്റി പൊട്ടെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 25,750 നിഫ്റ്റി പൊട്ടയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഹെവി സെല്ലിങ് വരാനും അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 25,750 പൊട്ടയാണെങ്കിൽ 25,600 ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് അവിടെ പോസിബിൾ ആയിരിക്കും. നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ OR ആയിരുന്നു. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ബാലൻസ് ന്യൂട്രൽ ഡേ ആണ്. മിഡ് ക്യാപ്പ് ഒരു പെർഫെക്റ്റ്ലി ബാലൻസ് ഡേ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞ മാർക്കറ്റ് ഒരിടത്തും പോകുന്നില്ല, അവിടെ തന്നെ കിടന്ന് കറങ്ങാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പിന്നെ നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ലോഫർ അതായത് ഇന്ന് വീണ്ടും നമ്മൾ ഈ 25,831 മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തിരിച്ച് കയറി 25,900ന്റെ ഭാഗത്തൊക്കെ നിഫ്റ്റി നാളെ ക്ലോസിങ് വീക്കിലി ക്ലോസിങ് തരാനുള്ള ചാൻസ് നാളത്തേക്ക് കൂടുതലാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഫെബ്രുവരി 14 മറക്കരുത്, പങ്കെടുക്കുക, നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ് ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.